ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിലെ കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വോട്ടിങ്ങും ചുറ്റിക്കറക്കും ഒക്കെ കഴിഞ്ഞ് സുഭാഷും സുധീഷും നിധിയും ഹരീഷും നികേഷും റിസോർട്ടിലേക്ക് മടങ്ങി വരികയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് തന്നെ ആ റൂമിൽ ഇരിക്കാൻ വയ്യ, എനിക്ക് പേടിയാകുന്നു, ഞാനും നിങ്ങളുടെ കൂടെ റൂമിലേക്ക് വരുവാ. സുധീഷ് പറയുകയാണ്, അതിനെന്താ, ഞാൻ കൂടി നിധിയുടെ ഒപ്പം വരാലോ. സുഭാഷ് പറയുന്നു, അത് വേണ്ട, മോള് ഞങ്ങളുടെ കൂടെ റൂമിലേക്ക് വാ, കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് മോളുടെ റൂമിലേക്ക് പോയാൽ മതി. തുടർന്ന് അവർ റൂമിനകത്തേക്ക് വരുമ്പോൾ ഡ്രസ് എല്ലാം വാരി വലിച്ച് ബെഡിലിട്ടിരിക്കുകയാണ്. സുഭാഷ് ഇവന്മാരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞ് അതെല്ലാം എടുത്തു മാറ്റുമ്പോൾ നിധി പറയുകയാണ്, വീടാണെങ്കിൽ മാത്രമേ വൃത്തിയായി സൂക്ഷിക്കത്തുള്ളൂ, ഇത് നിങ്ങൾ താമസിക്കുന്ന റൂമല്ലേ, വൃത്തിയായി സൂക്ഷിക്കാലോ. സുധീഷ് പറയുന്നു, ഇപ്പൊ ക്ലീൻ ചെയ്യാം. അങ്ങനെ സുഭാഷും സുധീഷും നികേഷും ഹരീഷും കൂടി റൂം എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. നിധി കസേരയിലേക്ക് ഇരിക്കുന്നു, മറ്റെല്ലാവരും ബെഡിലേക്ക് ഇരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി, ഫോട്ടോസ് എല്ലാം എനിക്ക് സെൻഡ് ചെയ്യണേ. ശരി എന്ന് പറഞ്ഞ് നിധി ഫോട്ടോസ് എല്ലാം നികേഷിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. തുടർന്ന് പുറത്ത് നിന്ന് ബോൾ വെച്ച് കളിക്കുകയാണ് സാന്ദ്രയും നിഹാരികയും. ഈ സമയം സാന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സാന്ദ്ര പറയുന്നു, മോളെ, നീ ഇവിടെ നിന്ന് കളിക്കണേ, ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സാന്ദ്ര ഫോണുമായി കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. ഈ സമയം ആ വഴി നടന്നു വരികയാണ് നികേഷും നിധിയും. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഇതുപോലെ ഒരു ഹിൽ സ്റ്റേഷനില് ഒരു വലിയ വീട് വാങ്ങണം. നിധി പറയുന്നു, അതിനെന്താടാ, നീ നന്നായി പഠിച്ച് വലിയ ജോലിക്കൊക്കെ പോയി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങും. ഈ സമയം സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് നിഹാരിക. നിഹാരികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നിധി. ശേഷം നിധി ചോദിക്കുന്നു, മോളെ, നീ എങ്ങനെ ഇവിടെ വന്നത്? അമ്മയുണ്ടോ കൂടെ? നിഹാരിക പറയുന്നു, ഉണ്ട്, അമ്മ ഫോണിൽ സംസാരിക്കാനായി പോയിരിക്കുക. ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നിഹാരിക പറയുകയാണ്, ഞാന്, അമ്മ, അച്ഛൻ. ഇപ്പൊ എന്താ വീട്ടിലേക്ക് വരാത്തത്? ഞാൻ ബോറടിച്ചിരിക്കുക, എനിക്ക് കളിക്കാൻ ആരുമില്ല. നിധി പറയുന്നു, സോറി നികേഷ്, ഇതെന്റെ ചേട്ടന്റെ മോള നിഹാരിക, ഞാൻ പറഞ്ഞിട്ടില്ലേ. നികേഷും സ്നേഹത്തോടു കൂടി നിഹാരികയോട് സംസാരിക്കുകയാണ്. തുടർന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാന്ദ്രയുടെ അരികിലേക്ക് വരികയാണ് ഹേമ. ഫോൺ കട്ട് ചെയ്ത സാന്ദ്രയോട് ഹേമ പറയുന്നു, സാന്ദ്രെ, നിന്റെ ഭർത്താവിനെയും അച്ഛനെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നിട്ടും ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് കാര്യം സംസാരിക്കാനായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സാന്ദ്ര നിഹാരികയെ കാണാതെ ടെൻഷനോട് കൂടി ചുറ്റും നോക്കുകയാണ്. എന്തുപറ്റി സാന്ദ്ര എന്ന് ഹേമ ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, അമ്മ, നിഹാരിക ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ചുറ്റും നോക്കുന്ന ഹേമ കാണുകയാണ് നിഹാരികയെ ആരോ എടുത്തിരിക്കുന്നതായി. നിധിയുടെ മുഖം വ്യക്തമായി കാണുന്നില്ല. ഹേമ പറയുന്നു, അങ്ങോട്ട് നോക്ക്, നിന്റെ മോളെ ആരോ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന അവർ കാണുകയാണ് നിധിയെയും നികേഷിനെയും. ഹേമ ദേഷ്യത്തോടുകൂടി അവരുടെ അരികിലേക്ക് നടന്നു വരുമ്പോൾ ടെൻഷനോടുകൂടി ഹേമയെ നോക്കുകയാണ് സാന്ദ്ര. നിധി സന്തോഷത്തോടുകൂടി അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ദേഷ്യത്തോടുകൂടി നിഹാരികയെ നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് ഹേമ. നിധി ചോദിക്കുന്നു, ഏട്ടത്തി, സുഖാണോ? സുഖമായിരിക്കുന്ന നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഇപ്പം മോള് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. സാന്ദ്ര പറയുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിധി. ഹേമ സാന്ദ്ര എന്ന് വിളിക്കുമ്പോൾ നിഹാരികയെ എടുക്കുകയാണ് സാന്ദ്ര. ഹേമയുടെ കയ്യിൽ പിടിച്ച നിധി ചോദിക്കുന്നു, അമ്മേ, സുഖമാണോ? കൈ തട്ടിമാറ്റി ഹേമ പറയുന്നു, കൈ വിടടി, നടന്നതെല്ലാം നീ മറന്നു കാണും, പക്ഷെ ഞാൻ ഒന്നും മറന്നിട്ടില്ല. നിഹാരികെ, ആരെ കണ്ടാലും ഉടനെ പോയി അങ്ങ് സംസാരിക്കുക. നമ്മളെ ആരെയും വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയവളാണിവൾ. ഇവളോട് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? നിധി ചോദിക്കുന്നു, അമ്മ എന്തൊക്കെയാ മോളോട് പറയുന്നത്? ഹേമ പറയുകയാണ്, മതി, വാ പോകാം. സാന്ദ്ര വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ ഹേമ പറയുകയാണ്, വരാൻ പറഞ്ഞില്ലേ, വാന്നും പറഞ്ഞ് സാന്ദ്രയും നിഹാരികയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഹേമ. വിഷമത്തോടുകൂടി നിധി നികേഷിനോട് പറയുന്നു, അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. നികേഷ് പറയുന്നു, ഏട്ടത്തി വിഷമിക്കാതെ, ഏട്ടത്തി നോക്കിക്കോ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഏട്ടത്തിയുടെ വീട്ടുകാരുടെ പിണക്കം മാറും. നിധി പറയുന്നു, അതൊന്നും നടക്കില്ലടാ, നീ കണ്ടില്ലേ അമ്മ ദേഷ്യത്തിൽ സംസാരിച്ചു പോകുന്നത്. നികേഷ് പറയുന്നു, ഇവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിയെ കാണുമല്ലോ, അപ്പൊ മനസ്സലങ്ങി തുടങ്ങും. തുടർന്ന് സുഭാഷും സുധീഷും സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ചുറ്റും നോക്കി സുഭാഷ് പറയുന്നു, എവിടെ പോയി നികേഷ്? സുധീഷ് പറയുകയാണ്, അവൻ ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് നിധിയുടെ കൂടെ ചുറ്റി നടക്കുന്നുണ്ടാകും. സുഭാഷ് ഏട്ടാ, എന്റെ പ്ലാൻ എന്താണെന്ന് അറിയുമോ? അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ആരും കാണില്ല, ഞാനും നിധിയും ഹണിമൂൺ ആഘോഷിക്കാനായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. സുഭാഷ് പറയുന്നു, നീ ഹണിമൂണിന് വരുന്ന കാര്യമൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്റെ ചേട്ടനായതുകൊണ്ടാ ഞാൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞത്. സുഭാഷ് പറയുന്നു, ശരിയടാ, രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്ക്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഞങ്ങള് ഹണിമൂൺ പോകുന്ന കാര്യം പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്തിനാ നാണിക്കുന്നത്? സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ എവിടെയാ പോകുന്നത്? സുഭാഷ് പറയുകയാണ്, അതെങ്ങനെയാ
എന്താടാ ജോലി ഉള്ളതല്ലേ? സുധീഷ് പറയുന്നു ജോലിയോ? കല്യാണം കഴിഞ്ഞാലുടനെ സുഭാഷ് ഏട്ടൻ സിമന്റ് ചെങ്കല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമോ? ഏട്ടത്തിയും കൂട്ടി ഹണിമൂണിന് പോകില്ലേ? സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന്റെ ഹണിമൂണിന്റെ മൊത്തം ചെലവും ഞാൻ നോക്കിക്കോളാം. സുഭാഷ് പറയുന്നു ശരി, വന്നത് മുതല് ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. റൂമിന് മാത്രമായിട്ട് 20,000 കൊടുത്തു. ഇത്രയും കാശ് നിനക്ക് എവിടുന്നാ? സുധീഷ് പറയുന്നു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയതും പിന്നെ നിധിയെ തക്കരയിൽ നിന്ന് കൊണ്ടുവന്നില്ലേ, അന്ന് നിധി എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നു. കാശ് തന്നോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ സുഭാഷ് ഏട്ടാ, അവളുടെ ഒരു വള വിട്ടിട്ട് കുറച്ച് കാശ് എനിക്ക് തന്നു. സുഭാഷ് ചോദിക്കുന്നു നീ നാണമില്ലാതെ ആ കാശ് വാങ്ങിയോ? സുധീഷ് പറയുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ സുഭാഷ് ഏട്ടാ, വാങ്ങിയേ പറ്റൂന്ന് പറഞ്ഞ് നിധി വാശി പിടിക്കുകയായിരുന്നു. ആ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളെ വിട്ട് പോകുമെന്ന് കരുതി മറ്റൊരു വഴിയില്ലാതെ ഞാനത് വാങ്ങി. ആ കാശും എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ, പുറത്തെവിടെയെങ്കിലും പോയാൽ നിധിയെ ഹാപ്പിയാകും. ആ കാശ് കയ്യിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത്. സുഭാഷ് പറയുന്നു ശരി ശരി, എല്ലാം കൂടി ചിലവാക്കാതെ കുറച്ചൊക്കെ സേവ് ചെയ്ത് വെക്കണം. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഉപദേശം തുടങ്ങണ്ട, ഇനി ഞാൻ സേവ് ചെയ്ത് വെച്ചോളാം. സുഭാഷ് ഏട്ടൻ ഇങ്ങോട്ട് വയ്ക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇവിടൊക്കെ നിന്ന് എടുത്താലല്ലേ നല്ല ഫോട്ടോസ് കിട്ടൂ. നല്ല ഫോട്ടോസ് വേണ്ടേ പെണ്ണിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ? സുഭാഷ് പുഞ്ചരിച്ച ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം ഫോണിൽ നോക്കി ഒരു ജ്യൂസും പിടിച്ചുകൊണ്ട് ആ വഴി നടന്നു വരികയാണ് അരുൺ. ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുന്ന സുധീഷിന്റെ ദേഹത്ത് തട്ടുകയാണ് അരുൺ. കയ്യിലിരുന്ന ജ്യൂസ് എല്ലാം അരുണിന്റെ ദേഹത്തേക്ക് വീഴുന്നു. സോറി സാർ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അരുൺ ചോദിക്കുന്നു വിവരം ഇല്ലാടാ നിനക്ക്? അരുണും സുധീഷും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞ് സുഭാഷ് അരികിലേക്ക് കൂടി വരുന്നു. സുഭാഷ് സംശയത്തോടു കൂടി അരുണിനെ നോക്കുകയാണ്. പുച്ഛത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അരുൺ ചോദിക്കുന്നു നീ ഇവിടെ എന്ത് ചെയ്യുകയാടാ? സുധീഷ് പറയുന്നു ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതാ. അരുൺ ചോദിക്കാണ് നീയൊക്കെ ഇവിടെ താമസിക്കാനോ? സുധീഷ് ചോദിക്കുന്നു എന്താ ഞങ്ങൾക്കൊന്നും ഇവിടെ താമസിക്കാൻ പാടില്ലേ? സുഭാഷ് പറയുകയാണ് സോറി സാർ, അറിയാതെ പറ്റിയതാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഇത് നമ്മുടെ നിധിയുടെ ചേട്ടനാ. നമ്മുടെ നിധിയോന്ന് അരുൺ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ നിധിയില്ലേ, നിധിക്കൊരു ചേട്ടനില്ലേ, അദ്ദേഹമാണ് ഇദ്ദേഹം. അരുൺ ചോദിക്കുന്നു എന്താടാ പരിഹസിക്കുകയാണോ? അവളും കൂടെ ഉണ്ടോ? സുധീഷ് പറയുകയാണ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ടാ വന്നിരിക്കുന്നത്. അതിനെന്താ? അരുൺ ചോദിക്കുകയാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഈ ഹോട്ടലിൽ താമസിപ്പിച്ചതാരാ? ഈ മാനേജർ എവിടെ? സുധീഷ് പറയുകയാണ് നിങ്ങളെ എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിടുമ്പോൾ ഞങ്ങളെയും വിടില്ലേ? കാശ് കൊടുത്താൽ അവര് റൂം തരും. അരുൺ ചോദിക്കുകയാണ് എന്താടാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? സുഭാഷ് പറയുകയാണ് അയ്യോ സോറി, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ വന്ന സമയത്ത് തന്നെയാണ് നിങ്ങളും വന്നത്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന് അരുൺ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. തക്കലയിൽ സ്പൈ വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നതറിഞ്ഞ് നിങ്ങളുടെ പിന്നാലെ വന്നതാണെന്നാണോ വിചാരിക്കുന്നത്? അത്രയ്ക്കൊന്നും നിങ്ങളില്ല. സുഭാഷ് പറയുന്നു മിണ്ടാതിരിക്കട്ടെ സുധീഷ് സാർ, അറിയാതെയാണ് ജ്യൂസ് ദേഹത്ത് വീണത്. സോറി സാർ, ഇത് ഇവിടെ വെച്ച് വിട്ടേര്, വാടാ നമുക്ക് പോകാം. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ നടന്നതെല്ലാം മറന്നുപോയോ? നിധിയുടെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞവരാ ഇവര്. നമ്മുടെ അച്ഛനെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. ഇവരോടൊക്കെ ദേഷ്യപ്പെടാതെ പിന്നെന്താ ചെയ്യുക? അരുൺ പറയുന്നു അതേടാ ഞാൻ അങ്ങനെ തന്നെയാ ചെയ്യുക. നീ എന്തോ ചെയ്യും? ഇപ്പം ഞാൻ വിചാരിച്ചാൽ നിന്നെ കുത്തി കൊന്നിട്ട് പോകാൻ പറ്റും. സുധീഷ് പറയുന്നു അയ്യോ ഭയന്നുപോയി. എടാ നീ കുത്താൻ വരുമ്പോൾ ഞാൻ മരത്തിൽ നിന്നും പൂ പറിച്ചോണ്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ? സുഭാഷ് പറയുന്നു സുധീഷേ വേണ്ടടാ, എന്തിനാ ഇപ്പൊ വഴക്ക്? വിടടാ. അരുൺ പറയുന്നു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കും. കാണണമെന്ന് സുധീഷ് പറയുമ്പോൾ അരുൺ പറയുകയാണ് വിശ്വസിച്ച് ഡ്രൈവറാക്കി വീട്ടിൽ നിർത്തിയാൽ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പിന്നാലെ വരുന്നു. 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തെ എല്ലാം ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. മാനേജർ എന്ന് വിളിച്ച അരുൺ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു പോടാ, ഇയാള് വലിയ ആളല്ലേ, നീ എന്താ വിചാരിച്ചത് ഞാൻ ഇവിടെ ഓസിന് താമസിക്കുകയാണെന്നോ? കാശ് എണ്ണി കൊടുത്തിട്ടാടാ ഇവിടെ താമസിക്കുന്നത്. 20,000 രൂപ കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു സുധീഷ് എന്തിനാടാ വഴക്കിന് പോകുന്നത്? അയാള് നമ്മുടെ നിധിയുടെ ചേട്ടനാ. സുധീഷ് പറയുന്നു എന്ത് നിധിയുടെ ചേട്ടൻ? നിധിയോട് ഒരു സ്നേഹവും ഇല്ല അയാൾക്ക്. അവനെ എന്തിനാ നമ്മള് ഭയപ്പെടുന്നത്? തുടർന്ന് നിധി പറയുന്നു നികേഷേ ആരും അറിയാതെ ഞാൻ അച്ഛന്റെ റൂമിൽ പോയി കണ്ടിട്ട് വരട്ടെ. അത് വേണോ ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് എടാ നീയല്ലേ പറഞ്ഞത് ഇവിടെ വെച്ച് എല്ലാ പ്രശ്നവും തീരുമെന്ന? നികേഷ് പറയുന്നു ഏട്ടത്തി പോയാൽ അവര് ഏട്ടത്തിയെ റൂമിൽ പൂട്ടിയിടുമോ എന്നുള്ള പേടി എനിക്ക്. നിധി പറയുന്നു അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പോയി കാണാതിരിക്കാൻ പറ്റുന്നില്ലടാ, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഇത് കേട്ട് നികേഷ് തലയാട്ടുകയാണ്. അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന നിധി ഓർക്കുകയാണ് രാജീവ് തന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞത്. എന്തുപറ്റി ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു ഞാൻ പോകുന്നില്ലടാ, അച്ഛൻ എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ചു കളഞ്ഞതാണ്. അവരെ ആരെയും ഞാൻ ഇനിയും കാണാൻ പോകുന്നില്ല. ഞാൻ എന്തിനാ അവരെ ചെന്ന് കാണണം? ഞാൻ പോകുന്നില്ല. നികേഷ് പറയുന്നു ശരി ഏട്ടത്തി പോകണ്ട. നിധി പറയുന്നു എനിക്ക് തലവേദന എടുക്കുന്നു, കോഫി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് വേണ്ട നികേഷ് നമുക്ക് റൂമിലേക്ക് പോകാം. നികേഷ് പറയുന്നു വാ ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയെ റൂമിൽ
റൂമിൽ കൊണ്ടുവിടാം. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു വരുമ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജീവിനെയും അരുണിനെയും കാണുകയാണ്. ഇങ്ങോട്ടേക്ക് തിരിയുന്ന അരുൺ നിധിയെയും നികേഷിനെയും കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നിധി ആകാംക്ഷയോടുകൂടി രാജീവിനെ നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന രാജീവ് നിധിയെ കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഹേമ. അച്ഛാന്ന് വിളിച്ച് നിധി അരികിലേക്ക് വന്ന കയ്യിലേക്ക് പിടിക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹേമ പറയുന്നു, നിന്നെയൊന്നും കാണാതിരിക്കാനും സംസാരിക്കാതിരിക്കാനുമാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പതേ റൂമിന്റെ അരികെ വന്ന് നിൽക്കുന്നു. നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടി വീണ്ടും വീണ്ടും വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്? രാജീവ് തിരിഞ്ഞ് ഹേമയെ നോക്കുമ്പോൾ ഹേമ പറയുന്നു, രാജീവേട്ടാ, കുറച്ചു നേരം മുമ്പേ ഞാൻ ഇവിടെ കണ്ടായിരുന്നു. തക്കലയില് എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ അപമാനിച്ചവളാണ് നീ. ആ വിഷമം കാരണം കുറച്ചുനാള് മാറി നിൽക്കാമെന്ന് കരുതിയാണ് ഈ റിസോർട്ടിലേക്ക് വന്നത്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ പിന്നാലെ വരുന്നതിന്റെ അർത്ഥം എന്താടി? നിധി പറയുന്നു, അമ്മ, നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നിങ്ങളും ഇങ്ങോട്ടേക്ക് വന്നു. അച്ഛനെയും അമ്മയും കണ്ടിട്ട് സംസാരിക്കാതെ മുഖം തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ വന്ന് സംസാരിച്ചത്. അച്ഛാ, എന്നോടൊന്ന് സംസാരിക്കച്ചാ. ദേഷ്യത്തോടുകൂടി രാജീവ് മുഖം തിരിക്കുമ്പോൾ അച്ഛാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് കയ്യിലേക്ക് പിടിക്കുകയാണ് നിധി. കൈ തട്ടി മാറ്റി വിരൽ ചൂണ്ടി രാജീവ് പറയുന്നു, ദേ നോക്ക്, എന്റെ മകള് മരിച്ചുപോയെന്ന് ഞാൻ എന്നേ മനസ്സിൽ ഉറപ്പിച്ചതാ. തിരിച്ചു വന്ന് അപേക്ഷിച്ചാൽ മനസ്സ് മാറുന്നവനല്ല ഈ രാജീവ്. ഞങ്ങളുടെ ബന്ധം വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ പോയത്. ഇപ്പൊ എന്താ അച്ഛ അമ്മ എന്ന് വിളിച്ച് ബന്ധം കൂടാൻ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് പോ ഇവിടുന്ന്. ഹേമ പറയുന്നു, രാജീവേട്ടാ, എന്തിനാ ഇപ്പൊ ടെൻഷൻ ആകുന്നത്? ഡോക്ടർ ടെൻഷൻ ആകല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. എടി, നീ ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ? രാജീവേട്ടാ, അരുൺ, വാ, നമുക്ക് അകത്ത് പോകാം. വാ എന്നും പറഞ്ഞ് അവരെയും കൂട്ടി ഹേമ അകത്തേക്ക് പോകുമ്പോൾ കണ്ണു നിറഞ്ഞ് നോക്കി നിൽക്കുകയാണ് നിധി. നിധി പൊട്ടിക്കരയുമ്പോൾ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി, വാ പോകാം. നിധി വിഷമത്തോടുകൂടി നികേഷിന്റെ ഒപ്പം അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ രാജീവിനെയും ഹേമയും അരുണിനെയും നിഹാരികയും സാന്ദ്രയും എല്ലാം കണ്ട കാര്യം നികേഷ് പറയുകയാണ്. സുധീഷും അരുണും കൂടി വഴക്കുണ്ടാക്കിയ കാര്യം സുഭാഷും പറയുന്നു. ശേഷം നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അവരല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, നമ്മൾ എന്തിനാ പിന്നെ പോകുന്നേ? നിധി പറയുന്നു, ഞാൻ കാരണം നിങ്ങളുടെ സന്തോഷം കൂടി ഇല്ലാതായി. ഇത് ഞാനും അവരും കൂടിയുള്ള പ്രശ്നമല്ലേ? നമ്മൾ എല്ലാവരും എന്തിനാ ഈ ട്രിപ്പിന് വന്നത്? അതിനെപ്പറ്റി ആലോചിക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ആരും വിഷമിക്കണ്ട. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എവിടെ പോവാ മോളെ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ കുറച്ചു നേരം റൂമിൽ പോയിരിക്കട്ടെ. നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ പോയിട്ട് വാ. ഞാൻ കുറച്ചു നേരം റൂമിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരി മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി റൂമിലേക്ക് പോവുകയാണ്. ഹരീഷ് പറയുകയാണ്, എന്തൊരു കുടുംബം അത്, സ്വന്തം മോളെ ഇങ്ങനെ അപമാനിക്കാമോ? തുടർന്ന് രാജീവ് പറയുന്നു, ഇതാ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞത്. ആരുടെ മുഖം കാണരുതെന്ന് ആഗ്രഹിച്ചോ അവളുടെ മുഖം തന്നെ കണ്ടിരിക്കുന്നു. അരുൺ പറയുന്നു, അവരിവിടെ വരുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാച്ചാ? ഇത്രയും വലിയൊരു റിസോർട്ടിൽ താമസിക്കാൻ അവർക്ക് എവിടുന്ന കാശൊന്നും എനിക്കറിയില്ല. ഹേമ പറയുന്നു, രാജീവേട്ടാ, ടെൻഷൻ ആകാതെ നമുക്ക് തിരിച്ചു പോയാലോ? രാജീവ് പറയുന്നു, അതാ ശരി, നമുക്ക് ഇവിടുന്ന് പോകാം. അരുൺ ചോദിക്കുന്നു, അച്ഛാ, നമ്മൾ എന്തിനാ പോകുന്നത്? അവരെ കണ്ടിട്ട് നമ്മൾ പോകണോ? എല്ലാ തെറ്റും ചെയ്ത അവരെ അഹങ്കാരത്തോടു കൂടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത്? ഹേമ പറയുന്നു, സമാധാനത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും ദൂരം വന്നത്. ഇപ്പം അവളെ കണ്ട് രാജീവേട്ടൻ ടെൻഷൻ ആകണോ? അരുൺ പറയുന്നു, അവളെ കണ്ട് അച്ഛൻ എന്തിനാ ടെൻഷൻ ആകുന്നത്? ഞാൻ വേണമെങ്കിൽ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് അവരെ ഇവിടുന്ന് പറഞ്ഞയക്കാം. സാന്ദ്ര പറയുന്നു, അതൊന്നും വേണ്ട, അവരിവിടെ താമസിച്ചാ നമുക്കെന്താ? അരുൺ പറയുന്നു, നീ മിണ്ടരുത്. അവളെ നീ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മിണ്ടാതിരിക്കുക. റിസോർട്ടിന്റെ ഓണറായ ഫ്രണ്ടിനെ വിളിച്ച് അരുൺ പറയുന്നു, എന്റെ സഹോദരി നിധിയെ പറ്റി നിനക്കറിയില്ലേ? അറിയാമെന്ന് ആ ഫ്രണ്ട് പറയുമ്പോൾ അരുൺ പറയുകയാണ്, അവളിപ്പം കുടുംബത്തോടെ ഇവിടെ വന്ന് താമസിച്ചിരിക്കുക. തക്കലയിൽ നിന്നും ഞങ്ങൾ എങ്ങോട്ട് പോയാലും അവളെ പറ്റിയാ സംസാരം. ഇത്രയും ദൂരം വന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാന്ന് കരുതിയാൽ ഇവിടെയും വന്നു നിൽക്കുന്നു. നിന്റെ റിസോർട്ടിലാ റൂം എടുത്തിരിക്കുന്നത്. നീ അവരോട് ഇവിടുന്ന് പോകാൻ പറയണം. ഫ്രണ്ട് പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ലടാ, കുറച്ച് വെയിറ്റ് ചെയ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് അരുൺ പറയുന്നു, അച്ഛാ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ഇവിടുന്ന് പറഞ്ഞേക്കാം. തുടർന്ന് അരുണിന്റെ ഫോണിലേക്ക് വിളിച്ച ഫ്രണ്ട് പറയുന്നു, അരുണെ, അവര് 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവും ഇല്ലാതെ അവരോട് പോകാൻ പറയാൻ പറ്റില്ല. ഇത് കേട്ട് അരുൺ ചോദിക്കുന്നു, നീ എന്താടാ പറയുന്നത്? നിനക്ക് ഞാനാണോ പ്രധാനം അവരാണോ പ്രധാനം? ഫ്രണ്ട് പറയുന്നു, എടാ, അങ്ങനെ ചെയ്യാൻ പറ്റൂ, നീയും ഒരു ബിസിനസ്സുകാരനല്ലേ, നിനക്കിത് അറിയാവുന്നതല്ലേ. അവരെ അങ്ങനെ പറഞ്ഞു വിട്ടാൽ എന്റെ റിസോർട്ടിനാ പേര് ദോഷം. അതുകൊണ്ട് അവരെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. സോറിടാ, തെറ്റിദ്ധരിക്കല്ലേ. അരുൺ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹേമ ചോദിക്കുന്നു, എന്തു പറ്റിയിടാ അരുണെ? അരുൺ പറയുകയാണ്, അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞമ്മേ. സാന്ദ്ര ചോദിക്കുന്നു, അവരെന്തെങ്കിലും മോശമായി പെരുമാറിയോ? അമ്മയെ കണ്ടതും വന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അവളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ, ഇനി അവള് വരില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഇനി ഇതിനെപ്പറ്റി ആരും ആലോചിക്കണ്ട. തുടർന്ന് ചായയുമായി നിധിയുടെ റൂമിലേക്ക് വരികയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, സുധീഷ് എന്തിനാ ഇതെല്ലാം കൊണ്ടുവരുന്നത്? വേണമെങ്കിൽ ഞാൻ കോൾ ചെയ്ത് വാങ്ങില്ലായിരുന്നോ? സുധീഷ് പറയുന്നു, നിധി കോൾ ചെയ്ത് പറയാൻ പറ്റിയ മൂഡിലല്ലാന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ തന്നെ എടുത്തോണ്ട് വന്നത്. നല്ല ചൂടുണ്ട്, ഞാൻ അകത്തേക്ക് വെക്കട്ടെ? നിധി പറയുന്നു, ശരി വാ. റൂമിനകത്തേക്ക് കയറിയ സുധീഷ് വാതിലടച്ച് കുറ്റിയിടുകയാണ്. ചായ അവിടെ
അവിടേക്ക് വെച്ച് ചുറ്റും നോക്കിയിട്ട് സുധീഷ് പറയുന്നു, വാവ് നിധി, റൂം നല്ല ക്ലീൻ ആയിട്ടാ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ റൂം കണ്ടില്ലേ, റൂം മുഴുവൻ തുണിയും ബാഗും ഒക്കെ ആയി അലങ്കോലമായി കിടക്കുകയല്ലേ. അങ്ങനെ സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ ചുറ്റും നോക്കിയിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വാതിൽ തുറന്നിടുകയാണ് നിധി. ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ സുധീഷ് ചോദിക്കുന്നു, നിധി ഇപ്പം ഓക്കെ ആയോ? എനിക്കെന്താ പ്രശ്നമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി അച്ഛനെയും അമ്മയും ചേട്ടനെയും എല്ലാം കണ്ട് അപ്സെറ്റ് ആയതല്ലേ, അതെ ഇപ്പോ ഓക്കെ ആണോന്നാ ഞാൻ ചോദിച്ചത്. നിധി പറയുന്നു, ഞാൻ ഓക്കെയാ. അവരെ കണ്ട ഉടനെ സംസാരിക്കണമെന്ന് തോന്നി, പോയി സംസാരിച്ചു. ശരിക്കും ഞാനല്ലേ അവരോട് ദേഷ്യപ്പെടേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞില്ലേ, എന്നോട് വളരെ മോശമായി പെരുമാറിയില്ലേ, എനിക്കും അവരോട് നല്ല ദേഷ്യമുണ്ട്. സുധീഷ് ചോദിക്കുന്നു, നിധി മാറി മാറി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ സംസാരിച്ചിരുന്ന ചായ തരാൻ മറന്നു. അങ്ങനെ സുധീഷ് ചായ എടുത്തു കൊടുക്കുകയാണ്. ഒപ്പം സുധീഷും ചായ കുടിക്കുന്നു. നിധി ചായ കുടിച്ചതിന് ശേഷം സുധീഷ് ചോദിക്കുന്നു, നിധിക്ക് വേറെന്തെങ്കിലും വേണമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ്, എന്താ വേണ്ടത്? നിധി പറയുന്നു, സുധീഷ് ഒന്ന് ഇവിടുന്ന് പോകുവോ? അതെന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് കുറച്ചു നേരമായിട്ട് തലവേദനയുണ്ട്. സുധീഷിന്റെ സംസാരം കൂടി ആയപ്പോൾ എനിക്ക് തലവേദന കൂടുന്നു. സോറി എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി വാതിലടയ്ക്കുന്നു. തുടർന്ന് രാത്രി ഹരീഷിന്റെ ഒപ്പം പുറത്തോടെ നടന്നു വരികയാണ് സുധീഷ്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു. ഈ കുളിരിന് നല്ലതാ. എല്ലാവരെയും ഫോൺ വിളിച്ച് വരാൻ പറയട്ടെ. പാട്ടും ഡാൻസും ഒക്കെ നല്ല രസമായിരിക്കും. ഹരീഷ് പറയുന്നു, എങ്കിൽ പിന്നെ ഫോൺ വിളിച്ച് പറ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന അരുൺ പറയുന്നു, ഇതുപോലത്തെ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതുപോലെ തോന്നുന്നുണ്ടല്ലോ. കണ്ടു തള്ളി വാ പൊളന്ന ഒരു വരവാണല്ലോ. തനിക്ക് എന്താടാന്ന് ചോദിച്ച് ഹരീഷ് അരുണിന്റെ നേരെ ചെല്ലുമ്പോൾ സുധീഷ് തടയുകയാണ്. അരുൺ ചോദിക്കുന്നു, എന്താടാ, എന്റെ ദേഹത്ത് കൈ വെക്കണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ വെക്കടാ. സുധീഷ് പറയുന്നു, ദേ നോക്ക്, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾക്കും സംസാരിക്കാനൊക്കെ അറിയാം. വെറുതെ വഴക്ക് വേണ്ടാന്ന് കരുതിയാ മിണ്ടാതെ നിൽക്കുന്നത്. അരുൺ പറയുന്നു, എന്താ, എന്റെ റേഞ്ചിന് നിങ്ങളുമായിട്ട് വഴക്കിടാൻ വരുമെന്നോ? അവസാനമായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് തരാം. പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ നാണം കെട്ടു പോകും. നിങ്ങൾ ജീവിക്കുന്ന അവസ്ഥയ്ക്ക് പറ്റിയ എവിടെയെങ്കിലും പോയി താമസിക്കടാ. നിങ്ങൾ എല്ലാവരും ഉടനെ ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. സുധീഷ് പറയുന്നു, ശരി പോ. ഇത് കേട്ട് അരുൺ അവിടെ നിന്ന് പോവുകയാണ്. നീ എന്തിനാടാ അവനെ വെറുതെ വിട്ടതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നമ്മൾ കണ്ടതല്ലേ നിധിയെ. നിധി അച്ഛന്റെ അമ്മയുടെ സംസാരം കേട്ട് തകർന്നിരിക്കുകയാണ്. ഇനിയും നമ്മള് അവളുടെ ചേട്ടനുമായി വഴക്ക് കൂടിയെന്ന് കൂടി അറിഞ്ഞാൽ പാവം സഹിക്കത്തില്ല. നിധിയെ വിഷമിപ്പിക്കാനല്ലോ നമ്മള് കൂട്ടിക്കൊണ്ടു വന്നത്. വിടടാ, ഇവനൊരു വേസ്റ്റ്. ഇവൻ പറയുന്നതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. നീ ഫോൺ വിളിച്ച് എല്ലാവരോടും ക്യാമ്പ് ഫയറിന് വരാൻ പറ. നികേഷ് ഇതൊക്കെ കണ്ടാൽ സന്തോഷിക്കും. തുടർന്ന് എല്ലാവരും ക്യാമ്പ് ഫയറിന് വരികയാണ്. പാട്ടും ഡാൻസും ഒക്കെ കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അവർ. നിധി പറയുന്നു, നികേഷ് നീയും പോയി ഡാൻസ് ചെയ്യടാ. നികേഷ് പറയുന്നു, ഏട്ടത്തി എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയത്തില്ല. നിധി പറയുകയാണ്, ഡാൻസ് ചെയ്യാൻ അറിയത്തില്ലേ? നിന്നെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. പോയി ഡാൻസ് കളിക്കുന്നു പറഞ്ഞ് ഹരീഷും സുധീഷും നികേഷിനെ നിർബന്ധിക്കുകയാണ്. നിധി പറയുന്നു, നികേഷ് ഏട്ടത്തിക്ക് വേണ്ടി പോയി ഡാൻസ് ചെയ്യാ പ്ലീസ്. സുഭാഷ് പറയുന്നു, പോടാ, പോയി ഡാൻസ് ചെയ്യടാ. നികേഷ് പറയുകയാണ്, ഏട്ടത്തി പറഞ്ഞതല്ലേ, ഞാൻ പോയി ഡാൻസ് ചെയ്യാം. അങ്ങനെ നികേഷ് മുന്നോട്ടേക്ക് വന്ന് ഡാൻസ് ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി കൈകൊട്ടുകയാണ് സുഭാഷും നിധിയും ഹരീഷും സുധീഷും. സുഭാഷ് പറയുന്നു, എടാ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ഇവൻ. സുധീഷ് പറയുന്നു, എടാ സൂപ്പറായിട്ട് ഇവൻ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സമയം നിധിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് രാജീവും ഹേമയും അരുണും നിഹാരികയും സാന്ദ്രയും. പെട്ടെന്ന് നിധിയുടെ മുഖം വാടുകയാണ്. തുടർന്ന് നിധി ചിരിച്ചുകൊണ്ട് നികേഷിനെ നോക്കി കൈകൊട്ടുമ്പോൾ അവരെല്ലാവരും നിധിയെ ശ്രദ്ധിക്കുകയാണ്. രാജീവ് അവിടെ എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് അരുൺ ചോദിക്കുന്നു, അച്ഛാ എവിടെ പോവുക? നമ്മൾ ഇവിടുന്ന് പോയാൽ അവരെ പേടിച്ചു പോവുകയാണെന്ന് വിചാരിക്കില്ലേ? അവരിങ്ങനെ സന്തോഷിക്കണ്ട, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുക. ഇത് കേട്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഡാൻസ് ചെയ്യുന്ന നികേഷ് ഹരീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറയുന്നു, ഹരീഷേട്ടാ വാ, എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയത്തില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുന്നു, ഒരു സ്റ്റെപ്പ് മതി ഹരീഷേട്ടാ വാ. സുധീഷ് പറയുകയാണ്, എടാ അവൻ വിളിക്കുവല്ലേ, ചെന്ന് ഡാൻസ് ചെയ്യാ. നിധി പറയുന്നു, പോയി ഡാൻസ് കളിക്ക് ഹരീഷ്, നികേഷ് വിളിച്ചതല്ലേ. ഇത് കേട്ട് നികേഷിന്റെ ഒപ്പം ഡാൻസ് ചെയ്യുകയാണ് ഹരീഷ്. സുഭാഷ് പറയുന്നു, എടാ നോക്കടാ, ഹരീഷും നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. സുധീഷ് പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ മതിയടാ എന്ന് പറഞ്ഞ ഹരീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എടാ നിന്റെ ഉള്ളിൽ ഇത്രയും കഴിവുകളുണ്ടോ? നികേഷ് സന്തോഷത്തോടു കൂടി ഡാൻസ് ചെയ്യുകയാണ്. അരുൺ അവിടെയുള്ള ഒരാളെ വിളിച്ച് ചെവിയിൽ എന്തോ രഹസ്യമായി പറയുകയാണ്. അയാൾ പാട്ട് പ്ലേ ചെയ്യുന്ന ആളുടെ അരികിലേക്ക് ചെന്ന് പാട്ട് മാറ്റാനായി ആവശ്യപ്പെടുന്നു. ഒരു പഴയ പാട്ട് പ്ലേ ചെയ്യുകയാണ്. ആ പാട്ടിന് ഡാൻസ് ചെയ്യാനാകാതെ നികേഷ് നിൽക്കുമ്പോൾ നികേഷിനോട് ഡാൻസ് ചെയ്യാനായി പറയുകയാണ് ചുറ്റുമുള്ള എല്ലാവരും. അരുൺ പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുന്നു. ഹരീഷ് പറയുകയാണ്, ഡാൻസ് ചെയ്യടാ, ഇത് നല്ല പാട്ടാ. നികേഷ് ആ പാട്ടിനും ഡാൻസ് ചെയ്യുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് കൈ കൊട്ടുകയാണ് നിധിയും സുധീഷും സുഭാഷും ഹരീഷും അരുണും രാജീവും ഹേമയും എല്ലാം ദേഷ്യത്തോടുകൂടി ഇരിക്കുന്നു. അരുൺ വീണ്ടും കണ്ണു കാണിക്കുമ്പോൾ പാട്ട് മാറ്റുകയാണ്. ഒരു വിരഹഗാനം വെക്കുകയാണ്. നികേഷ് അയാളെ നോക്കുമ്പോൾ സുഭാഷ് പതിയെ പറയുകയാണ്, ഈ പാട്ടിനൊക്കെ എങ്ങനെയാടാ ഡാൻസ് ചെയ്യുന്നത്? നികേഷ് അവിടേക്ക് ഇരിക്കുകയാണ്.
നിൽക്കുകയാണ്. ഹരീഷ് പറയുന്നു, വിടടാ, നീ നന്നായി ഡാൻസ് ചെയ്തു. സുധീഷ് ദേഷ്യത്തോടു കൂടി അരുണിനെ നോക്കുന്നുണ്ട്. ഉച്ചത്തോടു കൂടി പുഞ്ചിരിച്ച അരുണും രാജീവും ഹേമയും സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, സന്തോഷിക്കുകയാണോ? ദാ ഞാൻ വരുവാന്ന് പറഞ്ഞ് സുധീഷ് മുന്നിലേക്ക് കയറി നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് കൈ കൊട്ടുകയാണ് എല്ലാവരും. അരുണും രാജീവും ഹേമയും എല്ലാം ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് ഡാൻസ് ചെയ്യുകയാണ് സുധീഷ്. അവിടെയുള്ളൊരു ജ്യൂസിന്റെ ക്യാൻ എടുത്ത് സുധീഷിന്റെ കാലിന്റെ അരികിലേക്ക് എറിയുകയാണ് അരുൺ. ഇത് ഹരീഷ് കാണുന്നുണ്ട്. അതിൽ ചവിട്ടി സുധീഷ് വീഴാനായി തുടങ്ങുമ്പോൾ, എടാ സൂക്ഷിച്ചെന്ന് പറഞ്ഞ ഹരീഷ് സുധീഷിനെ താങ്ങി പിടിക്കുകയാണ്. അരുൺ പുച്ഛത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്തിനാടാ ഈ ടിൻ ഉരുട്ടി ഇങ്ങോട്ട് വിട്ടത്? വെറുതെ വഴക്കിന് വന്നിരിക്കുകയാണല്ലേ? അരികിലേക്ക് വന്ന അരുൺ ചോദിക്കുന്നു, ആരാടാ വഴക്കിന് വന്നത്? ഷർട്ടിൽ കുത്തിപ്പിടിച്ച ഹരീഷ് പറയുകയാണ്, ഞാൻ കണ്ടതാടാ നീ ആ ടിന്ന് ഇങ്ങോട്ട് ഉരുട്ടി വിടുന്നത്. അരുൺ പറയുന്നു, കൈ എടുക്കടാ. ഹരീഷ് പറയുകയാണ്, ഞാൻ കണ്ടതാ ഇയാളാ ആ ടിന്നു ഇങ്ങോട്ടേക്ക് ഉരുട്ടി വിട്ടത്. ഹരീഷ് ദേഷ്യത്തോടു കൂടി അരുണിന്റെ ഷർട്ടിൽ മുറുകെ പിടിക്കുകയാണ്. രാജീവ് പറയുന്നു, എടാ കൈയെടുക്ക്. കൈ എടുക്കാനാ പറഞ്ഞത്. നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, എടാ ഹരീഷെ വഴക്ക് വേണ്ട, കൈയെടുക്ക്. എടാ ഹരീഷ്, സുഭാഷ് ഏട്ടനാ പറയുന്നത്, കൈയെടുക്കടാ. ഹേമ ചോദിക്കുന്നു, മാനേജർ ഇതുപോലെയുള്ള റൗഡികൾക്കൊക്കെ ഈ റിസോർട്ടിൽ എന്താ ജോലി? ഷർട്ട് കുത്തിപ്പിടിക്കുന്നത് കണ്ടില്ലേ? മാനേജർ പറയുന്നു, സർ പ്ലീസ് സർ, വഴക്കുണ്ടാക്കരുത്. ഹരീഷ് പറയുന്നു, സർ ഞങ്ങൾ വെറുതെ വഴക്കിന് പോയതല്ല. സുധീഷ് ഇവിടെ ഡാൻസ് ചെയ്യുമ്പോൾ ഇയാള് ടിൻ ഉരുട്ടി വിട്ടതാ. ഞാനത് കണ്ടതാ. കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത്? ഹേമ നിധിയോട് പറയുന്നു, എടി എന്താടി ഇത്? എന്ത് കുടുംബമാടി ഇത്? 4 ആണുങ്ങളുടെ കൂടെ തനിച്ചു വന്ന് താമസിക്കുന്നു. അതിനെപ്പറ്റി ആലോചിക്കുമ്പോ തന്നെ ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. ഇവന്മാരെല്ലാം റൗഡികളാ, വെറുതെ വഴക്കിന് വരുന്നതാ. എന്ത് മനുഷ്യരാടി ഇവര്? മാനേജർ ഇവരെല്ലാം എന്തിനാ ഈ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? സുധീഷ് പറയുന്നു, ദേ നോക്ക്, നിങ്ങൾ ആവശ്യമില്ലാതാണ് സംസാരിക്കുന്നത്. സുഭാഷ് പറയുന്നു, സുധീഷെ മിണ്ടാതിരിക്കടാ. അരുൺ പറയുന്നു, നിങ്ങളോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞതല്ലേ, പിന്നെ ഒരു നാണോ ഇല്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുക. രാജീവ് ചോദിക്കുന്നു, എന്താ എല്ലാവരും കൂടി ചേർന്ന് നാടകം കളിക്കുകയാണോ? നിധി, നീ നിന്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണോ? നിന്റെ സ്വന്തം ചേട്ടന്റെ ഷട്ടർ കുത്തിപ്പിടിക്കുകയാണ് അവൻ. നീ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഹേമ പറയുന്നു, രാജീവേട്ടാ ഇവളോട് എന്തിനാ സംസാരിക്കുന്നത്? ഇവൾക്ക് നമ്മളാരും പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മളെക്കാട്ടിലും ഇവൾക്ക് പ്രധാനം ഇവര് 4 പേരുമാ. വാ നമുക്ക് പോകാം. വാ പോകാന്ന് പറഞ്ഞ രാജീവിനെയും അരുണിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഹേമ. നിഹാരികയെ ചേർത്ത് പിടിച്ച് പിന്നാലെ പോവുകയാണ് സാന്ദ്ര. നിധി കണ്ടു നിറങ്ങിയ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷും സുഭാഷും ഹരീഷും നികേഷും വിഷമത്തോടു കൂടി നിധിയെ നോക്കുകയാണ്. തുടർന്ന് സുധീഷിന്റെ ഒപ്പം നടന്നു വരുന്ന നിധി പറയുന്നു, എന്റെ കുടുംബത്തെ പറ്റി ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. എന്റെ അമ്മ തന്നെ എന്നെ പറ്റി മോശമായി സംസാരിക്കുന്നു. 4 ആണുങ്ങളുടെ കൂടെ താമസിക്കുകയാണെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. അവരല്ലേ എന്നെ വളർത്തിയത്? ഞാൻ എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് അവർക്ക് അറിയില്ലേ? സുധീഷ് പറയുന്നു, നിധി അവര് നന്നായി വളർത്തിയിട്ട് ഇപ്പൊ എന്തെങ്കിലും കുറവ് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംശയത്തിന്റെ പ്രശ്നമാണ്. അവരെ തന്നെ സംശയിക്കുന്നു. നിധി അത് വിട്. നിധി പറയുന്നു, സുധീഷ് ഇതെങ്ങനെയാ? 4 മാസം മുമ്പ് വരെ ഞാനാണ് അവരുടെ ജീവനെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറ്റി സംസാരിക്കാൻ പറ്റുന്നത്? സുധീഷ് പറയുന്നു, ഇതില് നിധി വിഷമിക്കണ്ട, അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിധി പറയുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് അവരെ എതിർക്കാനും കഴിയുന്നില്ല. സുധീഷ് പറയുന്നു, നിധി നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയാലോ? നിധി പറയുകയാണ്, ഇവിടെ 2 ദിവസം താമസിക്കാനായി നമ്മള് പേ ചെയ്തില്ലേ? സുധീഷ് പറയുകയാണ്, പണം പോകുന്നെങ്കിൽ പോട്ടെ. അതൊന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സാരമില്ല, നമുക്ക് വേറെ ഹോട്ടൽ നോക്കാം. അങ്ങനെയാണോ സുധീഷ് പറയുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് നിധി. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, എന്റെ ദൈവമേ, ഇവൾ ഇവിടുന്ന് പോകാമെന്നെങ്ങാനും പറയുമോ? തിരിച്ചു പോകാൻ ഡീസലിനും ഭക്ഷണത്തിനും മാത്രമാണ് കാശുള്ളത്. നിധി പറയുന്നു, വേണ്ട സുധീഷെ, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. നാളെ അവരെ കണ്ടാലും ഞാൻ സംസാരിക്കാൻ പോകില്ല. ഈ ഹോട്ടലിൽ എത്രയോ പേര് താമസിക്കുന്നുണ്ട്, അതിൽ ഒരാളാണ് അവരെന്നും ഞാൻ വിചാരിച്ചോളാം. അവര് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാലും നിങ്ങളും സംസാരിക്കണ്ട. സുധീഷ് പറയുന്നു, ശരി നിധി, ഞങ്ങൾ ആരും സംസാരിക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുക, നല്ല സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന നിങ്ങളുടെ വീട് സ്നേഹമില്ലാത്ത ഒരു വീടായി മാറിക്കഴിഞ്ഞു. സ്നേഹം ഇല്ലാതിരുന്ന ഞങ്ങളുടെ വീട് നിധി വന്നതിന് ശേഷം നല്ല സ്നേഹവും സന്തോഷവുമുള്ള കുടുംബമായി മാറി. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, നിധി എവിടെയുണ്ടോ അവിടെയാണ് സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം. ഇതിയിട്ട് ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, സുധീഷിന്റെ സംസാരം ഉണ്ടല്ലോ, ഏത് അവസ്ഥയിൽ നിന്നാലും ചിരിപ്പിക്കും. സുധീഷ് പറയുകയാണ്, ചിരിയാണ് എല്ലാത്തിനും കൂടെ വരുന്നത്, അതും നമ്മൾ മറന്നു പോകാൻ പാടില്ല. തുടർന്ന് സന്തോഷത്തോടു കൂടി സംസാരിച്ച് അവർ റൂമിലേക്ക് പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.